അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? ആ വീഡിയോ ഒക്കെ നേരം വൈകിയൊക്കെ അല്ലേ? അപ്പോൾ എന്ന് വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് വീഡിയോ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. കറണ്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വീണ്ടും ഒരു കയവയാണ്. ഉമ്മാക്ക് കുറച്ച് സുഖമില്ലായ്മ കൂടുതലാണ്. ഓൾറെഡി നല്ലോണം നോർമലല്ല, പക്ഷെ കുറച്ച് കൂടുതലാണ്. അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒക്കെ നേരം വൈകുന്നത്. ഒരു വീഡിയോ ഇട്ടിട്ടില്ല. വൈകിട്ടുണ്ട് വീഡിയോ, രാവിലെയാണ് ഇട്ടത് ഇന്നലെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ കടയിലേക്ക് പോയിരുന്നു. അപ്പോൾ കടയിലേക്ക് വർക്കിന് പോയിട്ട് വന്നപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ ഇപ്പം ഞാൻ കടയിലേക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ പോണ ആളാരാന്നറിയാം, ആലിക്കുട്ടിക്കാണ്. ഞാൻ കടയിലേക്ക് പോകുമ്പോൾ ആലിക്കുട്ടിക്ക് അങ്ങോട്ട് കയറി വരും കിട്ടുക. ആ കയറ്റത്തിലാണ് കേട്ടോ. അതാ കണ്ടോ, അങ്ങ് അവിടെ എത്തി. അപ്പോൾ ഞാൻ പതിവ് പോലെ കടയിലേക്ക് വർക്കിന് പോവാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. പോകുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു. ആരുമില്ല, റോട്ടിലൊന്നും ആരുമില്ല. അപ്പം ഞാൻ ജസ്റ്റ് ക്യാമറ ഓൺ ആക്കിയിട്ട് ചെറിയൊരു വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വർക്കിൻ്റെ ഒക്കെ ഇടയിലാണ്, നമ്മൾ വീട്ടിലത്തെ ജോലികൾ അതിൻ്റെ ഒക്കെ ഇടയിൽ റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടി കഴിഞ്ഞാൽ അതൊരു ഉപകാരമാവും ഉമ്മയുടെ ചികിത്സക്കും കാര്യങ്ങൾക്കൊക്കെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും റിസ്ക് എടുത്ത്. 24 മണിക്കൂർ എനിക്ക് തികയില്ല എന്ന് പറഞ്ഞ മാതിരി ഞാൻ വീട്ടിൽ ചെന്നാൽ ഒരു വഴിക്കാക്കിട്ടിട്ടുണ്ടാവും. കടയിലത്തെ വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഇത് നമ്മൾ പോകുന്ന വഴിയാണത്. അപ്പം ഞാൻ ഇറങ്ങുമ്പോൾ ഇതാ കണ്ടോ, പ്രാവുകളെ കണ്ടു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണം ചോദിച്ചു. ഇതാണ്ട് പ്രാവിനെ കണ്ടോ, ഇതാണ് കേട്ടോ പ്രാവുകളാണത്. അപ്പം ഞാൻ ജസ്റ്റ് പ്രാവിനെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. പ്രാവുകൾ നടക്കണതും പറക്കണതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രാവിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം നോക്കി നിൽക്കും. ആ പ്രാവിൻ്റെ ഒരു നല്ലൊരു സ്റ്റൈലാണല്ലേ പ്രാവിൻ്റെ നടത്തം. അപ്പം ഞാനങ്ങനെ കടയിലേക്ക് നടന്ന് പോവാണേ. ഇവിടുന്ന് കുറച്ച് നടക്കാണ്ട്. ആലിക്കുട്ടിക്ക് അവിടെ തന്നെ അങ്ങനെ ചുറ്റിത്തിരിയാണ് കേട്ടോ. നമ്മൾ ആലിക്കുട്ടിക്കാനൊന്ന് കാണാൻ നമുക്ക് നേരിട്ട് കണ്ടല്ലോ. ഇതാണ് ആലിക്കുട്ടിക്കാന്ന് പറഞ്ഞ മനുഷ്യൻ. അങ്ങനെ വീട്ടിൽ തിരിച്ച് വന്ന് ചോറൊക്കെ അടുപ്പത്തിട്ടു. അപ്പോൾ ചോറ് ഞാൻ ഇത്തിരി പോന്ന സ്റ്റീൽ കൊടുക്കലാണ് കേട്ടോ തിളപ്പിക്കൽ. ഇതിൽ പകുതി വേവാക്കിയിട്ട് ഞാൻ എന്ത് പണിയും റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കലാണ് കേട്ടോ. എന്നാൽ പിന്നെ ഒരു 1.5-2 മണിക്കൂർ നേരത്തേക്ക് തുറക്കാതെ ഇരുന്നാൽ മതി. ചോറ് നന്നായിട്ട് വെന്ത് കിട്ടും, വെള്ളം അളവ് പാകത്തിന് വെച്ചാൽ. അപ്പോൾ നമ്മളെ ഉമ്മച്ചി ഇതാ അടുക്കളയിലുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ എടുത്തു കൊടുത്താലൊന്നും പറ്റില്ല. അപ്പം ഞാൻ കടയിൽ നിന്ന് പൊറോട്ട കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ കഴിക്കാനുള്ളതെന്ന് വെച്ചു, പയറുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പയർ കട്ട് ചെയ്ത് വഴുതി വെച്ചിട്ടാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ വീഡിയോ അതും വേണമല്ലോ നടക്കുക. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഇടയിൽ റിസ്ക് എടുത്തിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പാടുകൊണ്ട് തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ഏണിങ്സ് ആയിക്കഴിഞ്ഞാൽ ഒരു വർഷത്തെ ശാന്തമായ പരിശ്രമം കൂടി വേണം ഇതിനിട്ട്. ക്ഷമയും വേണം. ഒരു യൂട്യൂബ് ചാനൽ വർക്കൗട്ട് ആവുക എന്ന് പറഞ്ഞാൽ അത്രയും ക്ഷമ വേണം. 1 വർഷം ആവണം വീഡിയോ ഒക്കെ വാച്ച് ഓവറായി കിട്ടണമെങ്കിൽ. പിന്നെ അത്രയും ട്രെൻഡിങ് ഉള്ളവർക്ക് പെട്ടെന്ന് അങ്ങ് വാച്ച് ഓവറായി കിട്ടും. നമ്മൾ ഈ വീട്ടിലത്തെ സില്ലിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഉള്ളൂ. യാത്രാ വ്ളോഗുകളൊന്നും ഇല്ലല്ലോ. നമ്മളത്ര ട്രെൻഡിങ് അടിച്ചിട്ടുള്ള വൈറലായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ വൈറൽ ഇതൊക്കെ തന്നെ. അപ്പോൾ നമ്മളമ്മച്ചി പൊറോട്ട എടുക്കുകയാണ് കേട്ടോ. നമ്മൾ തൊട്ടാൽ പറ്റൂല,
മണത്ത് നോക്കണൊക്കെ നിങ്ങൾക്ക് കാണട്ടോ. ഇപ്പം എന്താ ചെയ്യാൻ പോകണമെന്ന് നമുക്ക് നിന്ന് കാണാം. അതിങ്ങ് താഴെ ഇട്ടു. അവിടെ നിന്നെടുത്ത് കവറിലോട്ട് തന്നെ എടുത്ത് വെക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് നമ്മളെന്തേലും പറയാൻ പോയി കഴിഞ്ഞാൽ നോക്കുന്നുണ്ട്. ഞാൻ നോക്കുന്നുണ്ട് എന്താ ചെയ്യണം. പിന്നെ അങ്ങ് തുടങ്ങും മിണ്ടാതിരിക്കുന്നതാ ബുദ്ധി. അത് നിലത്തിടല്ലേ എന്ന് പറയാൻ പാടില്ല കേട്ടോ. പറഞ്ഞാൽ ദേഷ്യമായി. ഒരു മൂക്കത്താണ് ദേഷ്യം. തിരിച്ചും മറിച്ചൊക്കെ നോക്കുന്നുണ്ട്. സംശയങ്ങളാണ്. ഭക്ഷണത്തിന് എന്തുകൊണ്ട് ഡ്രസ്സ് കളി കഴിഞ്ഞാൽ സംശയം. ഇനിയിപ്പോൾ ഒരു കാഴ്ചയാണ്. അതെന്താണെന്നറിയോ? പൊറോട്ട കഴുകിയിട്ട് കഴിക്കുക. അതിലുള്ള വിഷമൊക്കെ പോവാനാണ്. അപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ് മക്കളെ. അപ്പോൾ പുറത്ത് പോയി ആ ടാപ്പിൽ പോയി അതൊക്കെ കഴുകി അതങ്ങ് കൊണ്ടുപോയി. നമ്മളങ്ങനെയല്ല ഇങ്ങനെ നമുക്ക് പറയാനൊക്കില്ല. അപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉഷാറ് മഴ ഉണ്ടല്ലേ. രാത്രി ആയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ദിവസം രാത്രിയായി മക്കളെ. അങ്ങനെ ഒരു ദിവസം നേരമൊക്കെ അങ്ങ് പോവും. കുറച്ച് തലവേദനയും കൂടെ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് മക്കളെ. അപ്പോൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യുക, വീഡിയോ കാണുക. നമ്മൾ സ്നേഹമുള്ള കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളടുത്ത് തിരിച്ച് ഞാൻ കൂട്ടാണ്, സ്നേഹമാണ്. അപ്പോൾ നിങ്ങളെയൊന്നും എനിക്ക് കാണാൻ കഴിയില്ല, എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ കഴിയാലോ. എങ്കിലും അത് മതി. നമ്മൾ അകലെ നിന്ന് അവിടെ ഇരുന്ന് സ്നേഹിക്കുന്നുണ്ടല്ലോ, അതിന് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും.